റൈസ് ചെയ്യുക സ്റ്റോക്ക് താഴേക്ക് ഒരു മിനിറ്റ് കൊടുത്താൽ ഇപ്പോൾ ഇതുണ്ട് കേട്ടോ. ഇതുണ്ട് ഇപ്പോൾ 82 സെറ്റല്ലേ. ഉള്ള സിയാസാട്ടത്. ഇപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ വണ്ടിയാണ്, പട്ടാമ്പി ആ ഏരിയ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫിറ്റിങ്ങിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടുന്നേ. അപ്പോൾ ഇതിൻ്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ കൊണ്ടുവന്നിട്ടുള്ള മഫ്ളർ, അതുപോലെ തന്നെ കട്ടൗട്ട് അടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ ഷോർട്ടിലായിട്ട് ഞാനിത് കാണിച്ചിട്ടുണ്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ മോഡുകളും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ചാർജിങ് പോർട്ടിൽ ഇത് കൊടുക്കുക. പിന്നെ ഇത് നേരെ കട്ടൗട്ടിൻ്റെ ഈ ഒരു വയറിലേക്ക് ഉണ്ടോ. അപ്പോൾ ഇതാണ് കട്ടൗട്ട് വരുന്നത്. ഇതിൻ്റെ മോട്ടർ ഈ ഒരു ബ്ലാക്ക് ആണത്. ബാക്കി ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പാക്കിങ് കാര്യങ്ങളും 2 ബോൾട്ട്, 2 ഞെട്ട്, വാസർ അങ്ങനെ വരും. ഇതാണ് ത്രോട്ടിൽ വരുന്നത്. അത് പറഞ്ഞാൽ 2 റിമോട്ട് വരും. ഇതുണ്ടോ റിമോട്ട് വരുന്നത്. അതിനകത്ത് വേറെ കേട്ടോ, കുറച്ച് ടാസ്ക് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് തുറക്കി കേട്ടോ, ലൈറ്റും കാര്യങ്ങളും കത്തുണ്ട്. ഇത് ഓപ്പോസിറ്റ് വേറൊന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാധനങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ മഫ്ളർ SC പ്രൊജക്റ്റ് ഇതുണ്ടോ. അപ്പോൾ ഈ ഒരു മോഡലാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വഴി വണ്ടി നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെ അതൊക്കെ എന്നുള്ള ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. അതുപോലെ തന്നെ ഫ്യൂസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു ഫ്യൂസിൻ്റെ ഒരു ചെറിയൊരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ബാറ്ററി കൊടുക്കാം. ഇപ്പോൾ ചാർജിങ് പോർട്ടിൽ നമുക്ക് വേറെ യൂസിങ് കാര്യങ്ങളും നടക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്ക് ഡയറക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. ഇതിന് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കിത് വയ്യ അറിയാം. അതിനകത്ത് പൊക്കിയിട്ട് എത്രത്തോളം മാറ്റുന്നുണ്ട്. സിയാസിന് വഴി ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വേരിയേഷനും കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ തീരും. അതുപോലെ തന്നെ ഇതിൻ്റെ അളവിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലുക്കും കാര്യങ്ങളുണ്ട്. പക്ഷേ അത്യാവശ്യം വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളും വെച്ചിട്ട് ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക്. ജസ്റ്റ് ഒന്ന് കപ്പിച്ചാൽ ഇതാണ് മൊത്തത്തിലുള്ള ലുക്ക്. ഇങ്ങനെയായിട്ട് ഇതിൻ്റെ സെറ്റിങ് വരുന്നത്. ഇതിന് പോർഷൻ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗം നമ്മൾ അഡീഷണലായി കയറ്റിയിട്ടുള്ള കേട്ടോ. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ സൈലൻസറിൽ കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വീതി കൂടിയ ഒരു ഭാഗം വരിക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ സൈലൻസറിൽ സെറ്റ് ചെയ്തിട്ട് ബാക്കി ഔട്ട് നമ്മൾ ഇതിലൂടെ സി കോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എസിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇത് കണക്ഷൻ വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞത് ഈ ഒരു ഭാഗം നമ്മൾ സ്പോട്ട് അടിച്ച് ഇത് അതിനകത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി സൈലൻസർ മാറ്റണം. സൈലൻസർ കാണുന്നത് പറഞ്ഞാൽ ഇത്രയും ഭാഗം ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിക്ക് ചെറിയൊരു ഭാഗം വരുന്നുണ്ട് എഞ്ചിൻ്റെ താഴെ ഭാഗത്ത് കൂടെ. അതുപോലെ തന്നെ ഇവിടെ സ്ട്രെയിനർ കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കിൽ ഒരു മഫ്ളർ വരുന്നുണ്ട്. ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു എൽബോയിൽ നമ്മൾ കണക്ഷൻ കുറച്ച് വലുപ്പം കൂട്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെറ്റപ്പ് കേട്ടോ. ചെയ്ത ഷോർട്ട് മഫ്ളർ നമ്മൾ കയറ്റുമ്പോൾ ഈ ഒരു മഫ്ളർ നമ്മൾ ടൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ സ്ട്രെയിനറും കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും. എല്ലാ കട്ടൗട്ട് ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു ബെൻഡിലൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഫ്രണ്ട് സെറ്റ് ചെയ്യണോണ്ട് അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. പിന്നെ ബാക്കിൽ ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ സൗണ്ടിൽ കുറച്ച് മാറ്റം വരും. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ സൗണ്ടും കാര്യങ്ങളും കിട്ടും. പിന്നെ ഇങ്ങനെ ചില സ്റ്റോക്കിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മൈലേജിൻ്റെ കാര്യങ്ങളൊക്കെ പക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ഈ ഒരു ഐറ്റം കട്ടൗട്ട് ഇതേമാതിരി ചെയ്യണം. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ മറ്റേ രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. മഫ്ളർ സെറ്റ് ചെയ്തു. മഫ്ളറിൻ്റെ ഈ എൽബോൻ്റെ ഭാഗത്ത് മഫ്ളർ അതുപോലെ കട്ടൗട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വൈഡാക്കാം. അതായത് ഇത് ഫുൾ ടൈറ്റ് അല്ല കേട്ടോ. നമ്മൾ വണ്ടിയുടെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം എങ്ങോട്ടാണ് വേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് വെക്കും. പിന്നെ ഇതുണ്ടോ ഇവിടെ സ്പോട്ട് ലാസ്റ്റ് അടിക്കണം എന്നുള്ള, സ്പോട്ട് അടിച്ചാൽ നിൽക്കും, വേണമെന്നിട്ട് അടിക്കാമെന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ MCയിലും കാര്യങ്ങളും ഇടണം സ്പോട്ട് അടിച്ച ഭാഗത്ത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മോട്ടറിൻ്റെ ഭാഗം കേട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തട്ടാത്ത രീതിയിൽ വെക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതതിൻ്റെ ഫിറ്റിങ് ലാസ്റ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം അടിയിലുള്ള കണക്ഷനും കാര്യങ്ങളും ജസ്റ്റ് കാണിച്ചിട്ട് അതുപോലെ ഇവിടെ കണക്ഷൻ കൊടുക്കണം കേട്ടോ. ഫിറ്റിങ് കഴിഞ്ഞു. ഇത് അടിയിലുള്ള ക്ലിയറൻസ് കേട്ടോ. ഇത്ര ഗ്യാപ്പ് ഉണ്ട്. കണ്ടോ ഈ ഒരു ഇതുണ്ടോ ചേസ് കണ്ടോ അതിൻ്റെ സെയിം ആയിട്ട് ഈ ക്യാമറ ജസ്റ്റ് ഇങ്ങനെ പിടിക്കാൻ കേട്ടോ. അതുകൊണ്ടോ ഈ ലെവലിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടി അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട് നമുക്ക്. പിന്നെ ഇനി ഉൾഭാഗത്ത് ഫിറ്റിങ് കാണിച്ചിടാം. ഇതുണ്ടോ ഇതാണ് കട്ടൗട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കട്ടൗട്ട് നമ്മൾ ഈ ഒരു മഫ്ളർ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്പോട്ട് അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു വിട്ട് ഓരോ സ്പോട്ട് അടിച്ചിട്ടുള്ളൂ. എന്താ വെച്ചിട്ട് ഇനി പിന്നീട് അയച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അവിടെ. പിന്നെ മഫ്ളർ വെക്കാതെ ലോഡാവും. മഫ്ളർ വെക്കുന്ന ടൈമിൽ നമുക്ക് ബാസ് കൂടുന്നതനുസരിച്ച് സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ കമ്മിയാവുന്നില്ല കേട്ടോ.
അപ്പോൾ ബാസ് സെറ്റാണ്. പിന്നെ ഇത് കണ്ടോ അത്യാവശ്യം മുകളിൽ ക്ലിയറൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ഷെയ്ക്കാവുകയാണെങ്കിൽ മുകളിൽ പോയി തട്ടൂല. പിന്നെ ഇത് ചെറുതായിട്ട് ചെരിച്ചിട്ട് കൊടുത്തിട്ടോ ഇത്. അപ്പോൾ ജാക്കിമ്മ അല്ലാത്തതുകൊണ്ട് നമുക്ക് വിട്ടുനിന്ന് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതൊക്കെ ഈ ലെവലിലേക്കാണ് ഫിറ്റിങ് എന്നുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഇതുണ്ടോ, ഫ്രണ്ടിലൊരു സൈലൻസറിൻ്റെ ഒരു അത്യാവശ്യം ഒരു ആ ലെങ്ത്തിലുള്ളൊരു പീസ് അവിടെ ഉണ്ട് കേട്ടോ. എവിടെ ഇപ്പോൾ അതാ അത്രയും കാണുന്ന ഒരു പീസ് അവിടെ ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഒരു ചെറിയ സ്ട്രെയിനറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കണക്ഷൻ ഉണ്ടോ, ഈ കണക്ഷനിൽ ഡീക്കോ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ടൈമിൽ കേട്ടോ. പിന്നെ നമ്മൾ കേബിൾ കണക്ഷൻ കൊടുത്തിട്ടുള്ള പറഞ്ഞാൽ ഇതാ ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ഈ ഗിയർ കേബിളിൻ്റെ മുകളിൽ കൂടെ കൊടുത്തില്ല. എന്താ വെച്ചാൽ ഇതുമ്പോൾ ടച്ച് ചെയ്തിട്ട് ഈറ്റോ കാര്യങ്ങൾ എടുക്കേണ്ടായിരുന്നില്ല. പിന്നെ ആ ഫ്രണ്ടിൽ കൂടെ എടുത്തിട്ട് നേരെ ഉള്ളിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇത് നോർമൽ സൗണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അവിടെ. എന്ന് വെച്ചാൽ ഇത് ബാറ്ററി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇനി അവർക്ക് ഇഷ്ടം പോലെ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ട് പ്രശ്നമില്ല. പിന്നെ ഈ ഭാഗം നമുക്ക് വേറെ എന്തെങ്കിലും യൂസിങ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ വേറെ പോർട്ടും കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൊഡ്യൂൾ ഇതിനകത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വയർ നേരെ ഫ്രണ്ടിലൂടെ വലിച്ചിട്ടുണ്ട് നേരെ അടിക്കാക്കിയിട്ട്. അപ്പോൾ ഇതാണ് സ്റ്റോക്കിൽ. പിന്നെ നമ്മളെ റിമോട്ട് സെറ്റ് ചെയ്തിട്ട് ഓണാക്കുമ്പോൾ എത്ര അതിനുമുണ്ടല്ലേ, ഓണാക്കുമ്പോൾ എത്രത്തോളം വേരിയേഷൻ ഉണ്ടെന്ന് ഒരു കേക്ക് ഉണ്ടാവില്ല കേട്ടോ. അതാ ഓസ് ചെയ്യുമ്പോൾ കണ്ടോ. ഇനിയുള്ളത് പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ ലഗുമ്മേലുള്ളത് ഞാനത് ലഗുമെന്ന് ഇറക്കിയിട്ട് എസ്റ്റിങ് കാസ് കൊണ്ടൊന്ന് കേൾപ്പിച്ചാൽ മൊത്തം ലോങ്ങെന്ന്. പിന്നെ അടി എന്നുള്ള എസ്റ്റ് കേൾപ്പിച്ചാൽ കേട്ടോ. കിടന്നിട്ട് നോക്കിയാൽ കേട്ടോ എത്ര കിട്ടും എന്നുള്ളത്. ഇതിപ്പോൾ ക്ലോസ് ചെയ്തു. ഇനി ഇതിൻ്റെ അടിയിൽ കിടന്നിട്ട് ഇപ്പോൾ ഇതുണ്ട് കേട്ടോ. ഇതുണ്ട് ഇപ്പോൾ ഐഡിയണ്ടെങ്കിലാണ് ഓൺ ഓഫ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിൽ ഓണാക്കി കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു ഓപ്ഷനുകളുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലൊന്നും കാണിച്ചത് കൂടി വരണോ. ആ കൂടി വരുന്നത് നമ്മൾ റേസ് ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു റണ്ണിങ്ങിൽ തന്നെ ഐഡി റണ്ണിങ്ങിൽ നമുക്ക് സൗണ്ടിൽ വലിയൊരു വേരിയേഷൻ വരുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. പിന്നെ നമുക്ക് മൊത്തമായിട്ട് ഞാൻ വിട്ടുന്ന ജസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ തന്നെ റേസ് ആക്കാൻ ഒരാൾ മുകളിൽ വേണം. ആ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലില്ല, ഞാറ്റക്കാൻ കൂടി. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള. ഇതിനുള്ള പറഞ്ഞാൽ മഫ്ലർ നമുക്ക് ഏകദേശം ഈ ലെൻത്തുള്ളൊക്കെ കൊടുക്കട്ടോ. കാരണം അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ മഫ്ലർ മാറ്റിയിട്ട് വേറെ ബാസുള്ള ഒരു ലോങ്ങിൽ ഓഫർ കൊടുത്താലും പ്രശ്നമൊന്നും വരാനില്ല. വണ്ടിയുടെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞു. ജസ്റ്റ് ഈ ലോങ്ങിൽ നിന്ന് ജസ്റ്റ് സൗണ്ട് കേൾപ്പിച്ചു തരാം. ഇപ്പോൾ സ്റ്റോക്കിലായിട്ടാണ് കിടക്കണേ. ആക്സിലോട്ട് എടുത്ത സ്റ്റോക്കിൽ കേട്ടോ. ഇനി ഇത് റിമോട്ട് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് കൊടുത്തു പിടിച്ചാൽ ചെറുതായിട്ട് കേട്ടോ. കേട്ടോ ഓഫാക്കുമ്പോൾ ഓണാക്കുമ്പോൾ ഇതിലുള്ള വേരിയേഷന് ഓണും മിനിറ്റ് ഓഫ്. ഇനി ഇതിൽ കൂട്ടി വരുമ്പോൾ കേട്ടോ ഫസ്റ്റ് കൊണ്ട് ചെറിയൊരു എയർ ഔട്ട് ആവണ ഒരു കിരീരി സൗണ്ട് കേട്ടോ. ഒന്നുകൂടെ ലോഡ്, ഇതൊന്നുകൂടെ ലോഡ്, കമ്മി ഓഫ്. ജസ്റ്റ് ബാക്ക് സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇത് കയറ്റിക്കുക. ഈ സൈഡ് വൈഡാക്കി കേട്ടോ. ഈ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് കൂട്ടി കയറ്റിക്കുക. മറിച്ചൊരിക്കുക. ഒന്നൂറ് കയറ്റിക്കോ. ഇനി റൈറ്റ് കൊടുത്തിട്ടേ ഈ ബാക്ക് സൈഡ് ഇവിടെ കൊടുത്തിട്ട് കൊടുത്താ റേസ് അയക്കാം. കൊടുത്താ ഇതുകൊണ്ട് കേട്ടോ. ഇനി സ്റ്റോക്ക് ടൈമിൽ ബാക്ക് സൈഡിൽ കൂടെ എയർ കൂടുതൽ ഔട്ടാവും. അതുപോലെ ഓണാക്കിയ ടൈമിൽ ഈ ഒരു ഭാഗത്തിലോട്ട് ഔട്ടാണ്. അത് നല്ല വേരിയേഷൻ ഉണ്ട്, കാണിക്കാൻ കഴിയും. ഒരു മിനിറ്റ് റേസ് ആക്കുന്ന ടൈമിൽ അത് സ്റ്റോക്ക് റേസ് ആക്കുന്ന ടൈമിൽ ഇതിൽ കൂടെ ഫോഴ്സ് കൂടും. മറ്റേ കണ്ടോ സ്റ്റോക്ക് റേസ് ആക്കുക നല്ല റേസ് ആക്കാം കേട്ടോ. ബാക്ക് സൈഡ് ക്യാമറയിൽ അത്ര കാണേണ്ട അറിയില്ല. അത് ഒരു മിനിറ്റ് ഇനി ഓണാക്കിയിട്ടുണ്ടോ ബാക്കിലുള്ള ഔട്ട് പറ്റ കുറവാകുന്നില്ല കേട്ടോ.
റസീക സ്റ്റോക്ക് ആദ്യം ഒരു മിനിറ്റ് കൊടുത്താ കൊടുത്താ ഔട്ട് അടി വിളിക്കുക സെറ്റല്ലേ കേട്ടോ ഈ നമ്മൾ ടീമിൻ്റെ വണ്ടിയാണ് ഓരോ വന്നിട്ടുള്ളത് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിയാസിൽ കട്ടൗട്ടും മഫ്ലറും കഴിച്ചതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കേട്ടോ. ആ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ റിപ്ലൈ തരാൻ നല്ലതാണ്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.